കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ്. ശാന്തമായ പെരുമാറ്റം, തന്ത്രപരമായ നേതൃത്വം, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലെ ശക്തമായ വേരുകൾ എന്നിവയ്ക്ക് പേരുകേട്ട അദ്ദേഹം നിരവധി പതിറ്റാണ്ടുകളായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ഭൂപ്രകൃതിയിലെ നിറഞ്ഞ സാന്നിധ്യമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉയരുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചട്ടക്കൂടിൽ കാര്യമായ മാറ്റം വരുത്തുക മാത്രമല്ല, ഭരണം, നയം, ദേശീയ ദിശ എന്നിവയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. സാമൂഹിക ക്ഷേമം, മതേതരത്വം, സമത്വം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വചിന്ത കേരളത്തിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ വേദിയിലേക്കുള്ള മാറ്റം വളരെ വലിയ തോതിലാണെങ്കിലും സമാനമായ പ്രമേയങ്ങൾ വഹിച്ചേക്കാം. ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിലും പൊതുസേവനങ്ങൾ നൽകുന്നതിലും സംസ്ഥാനത്തിന് നിർണായക പങ്കുണ്ടെന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ ഭരണത്തോടുള്ള വിജയന്റെ സമീപനം വേരൂന്നിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ഈ നയങ്ങളുടെ നടപ്പാക്കൽ അസമത്വം കുറയ്ക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പിണറായി വിജയൻ പ്രധാനമന്ത്രിയായാൽ അദ്ദേഹത്തിന്റെ ഭരണശൈലി പൊതുസ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും പൊതുസേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും നിരാലംബരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകും. ഇന്ത്യയിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഭിന്നത പരിഹരിക്കുന്നതിലും വിഭവങ്ങൾക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാന നേതൃത്വത്തിലുള്ള വികസനത്തിന് ഊന്നൽ നൽകുന്നതിലുമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നതിൽ സംശയമില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭരണകൂട ഇടപെടലിലേക്ക് ഒരു മാറ്റം അനുഭവപ്പെടാം. കേരളത്തിൽ ആരോഗ്യം മുതൽ വിദ്യാഭ്യാസം വരെ, അടിസ്ഥാന സൗകര്യങ്ങൾ വരെയുള്ള വിവിധ മേഖലകളിൽ സംസ്ഥാനം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖല പലപ്പോഴും അവഗണിക്കുന്ന സേവനങ്ങൾ നൽകിക്കൊണ്ട് പിണറായി വിജയന്റെ ഭരണകൂടം പൊതുമേഖലയുടെ നേതൃത്വത്തിലുള്ള വളർച്ചയെ ആശ്രയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ പൗരന്മാരുടെയും, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകും. ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന് നിർണായക പ്രശ്നങ്ങളായി തുടരുന്ന സാമ്പത്തിക അസമത്വം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുക. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും സാമൂഹിക പരിപാടികൾ വിപുലീകരിക്കുന്നതിലൂടെയും സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സർക്കാർ ഇടപെടലിന് പ്രേരിപ്പിക്കുന്നതിലൂടെയും പിണറായി വിജയന്റെ നേതൃത്വം നിലവിലെ ഭരണകൂടം ഉൾപ്പെടെ തുടർച്ചയായ സർക്കാരുകൾ സ്വീകരിച്ച കൂടുതൽ വിപണി നയിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് തികച്ചും വ്യതിചലിക്കുന്നതായി അടയാളപ്പെടുത്തും. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അവശ്യ സേവനങ്ങൾ നൽകുകയും സ്വകാര്യ മേഖലാ പൂരക പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിൽ പിണറായി വിജയന്റെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതും അവ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കുന്നതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഉൾപ്പെട്ടേക്കാം. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, തൊഴിൽ പരിപാടികൾ, താങ്ങാനാവുന്ന ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലവിലെ സർക്കാർ പ്രോത്സാഹിപ്പിച്ച വിപണിയാധിഷ്ഠിത നയങ്ങൾക്ക് വിപരീതമായി വിജയന്റെ ഭരണകൂടം കൂടുതൽ ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉദാഹരണത്തിന്, പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലും ലഭ്യതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം സംസ്ഥാനത്തിന്റെ വിജയത്തിന്റെ സ്തംഭങ്ങളിൽ ഒന്നാണ്. എല്ലാ ഇന്ത്യക്കാർക്കും, പ്രത്യേകിച്ച് ഗ്രാമീണ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് വിജയന്റെ പൊതുജനാരോഗ്യ മാതൃക ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ നയത്തിന്റെ പ്രധാന വശമായി മാറും. പൊതുവിദ്യാഭ്യാസത്തിൽ വിജയൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ മുഖമുദ്രയാണ്. സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുന്നതിനും സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും അദ്ദേഹത്തിന്റെ ഭരണകൂടം മുൻഗണന നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും നിരാലംബർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദേശീയ നേതൃത്വത്തിലേക്കുള്ള നീക്കത്തിന് വിദ്യാഭ്യാസത്തിന് സമാനമായ ഊന്നൽ നൽകാൻ സാധ്യതയുണ്ട്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ അസമത്വം, വിവിധ സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലുള്ള അസമത്വവും അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുൻഗണനകളിൽ ഒന്നായിരിക്കും. വിദ്യാഭ്യാസത്തിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലും അധ്യാപകരുടെ ഗുണനിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ, ലഭ്യത തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കൂടുതൽ ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിക്കുന്നതിനായി പിണറായി വിജയന് പ്രവർത്തിക്കാൻ കഴിയും. എന്നിരുന്നാലും പിണറായി വിജയന്റെ നയങ്ങൾ വെല്ലുവിളികൾ ഇല്ലാതെയുള്ളതായിരിക്കില്ല. ഇന്ത്യയിലെ നിലവിലെ സാമ്പത്തിക കാലാവസ്ഥയെ വളരെയധികം രൂപപ്പെടുത്തുന്നത് സ്വകാര്യ മേഖലയാണ്. കാലക്രമേണ സമ്പദ് വ്യവസ്ഥയിൽ സംസ്ഥാനത്തിന്റെ പങ്ക് കുറഞ്ഞു. തുടർച്ചയായ സർക്കാരുകൾ അവതരിപ്പിച്ച പല സാമ്പത്തിക പരിഷ്കാരങ്ങളും
സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുക, വിദേശ നിക്ഷേപം ആകർഷിക്കുക, സംസ്ഥാനത്തിന്റെ പങ്ക് കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ്. കൂടുതൽ സർക്കാർ നയിക്കുന്ന മാതൃകയിലേക്കുള്ള ഒരു നീക്കത്തിന് ശക്തമായ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളിൽ നിന്ന് കാര്യമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. അവർ അത്തരം നയങ്ങളെ അവരുടെ സാമ്പത്തിക ആധിപത്യത്തിന് ഭീഷണിയായി കണ്ടേക്കാം. കൂടാതെ ഈ നയങ്ങൾ ദേശീയ തലത്തിൽ നടപ്പാക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. ഇന്ത്യയുടെ ജനസംഖ്യ വൈവിധ്യപൂർണ്ണമാണ്. ഭരണത്തിന്റെ വെല്ലുവിളികൾ പ്രദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിജയങ്ങൾ വളരെ വലുതും സങ്കീർണവുമായ ഒരു രാജ്യത്തിലുടനീളം ആവർത്തിക്കാൻ ശ്രദ്ധാപൂർവം ആസൂത്രണവും നിർവഹണവും ആവശ്യമാണ്. സാമൂഹിക നയത്തിന്റെ കാര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള പുരോഗമനപരമായ പരിഷ്കാരങ്ങളിലൊന്നാണ് കേരളത്തിലെ പിണറായി വിജയന്റെ റെക്കോർഡ്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ ദലിതർ, ഗോത്രവർഗക്കാർ, മതന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് സംസ്ഥാനത്തിന്റെ വിഭവങ്ങളിൽ അർഹമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും അദ്ദേഹത്തിന്റെ സർക്കാർ സജീവമാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ നയങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിലും കൂടുതൽ സാമൂഹിക നീതിക്കും ഉൾച്ചേർക്കലിനും വേണ്ടി പ്രവർത്തിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം പരിഹരിക്കുക, സ്ഥിരീകരണപരമായ പ്രവർത്തന നയങ്ങൾ ശക്തിപ്പെടുത്തുകയും ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വശം. വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയിൽ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയേക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേന്ദ്ര പ്രശ്നങ്ങളിൽ ഒന്ന് മതേതരത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. കേരളത്തിൽ പിണറായി വിജയന്റെ റെക്കോർഡ് പ്രധാനമായും മതേതര ഭരണത്തോടുള്ള പ്രതിബദ്ധതയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾ അദ്ദേഹം നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപ്രകൃതിയിൽ ഒരു പ്രത്യേക മതവും ആധിപത്യം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഈ മതേതര സമീപനം ദേശീയ തലത്തിൽ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഹിന്ദു ദേശീയതയുടെ പശ്ചാത്തലത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പിണറായി വിജയൻ പ്രധാനമന്ത്രിയായാൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിക്കുകയും സംസ്ഥാനം അതിന്റെ സമീപനത്തിൽ നിഷ്പക്ഷവും മതേതരവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. വർഗീയ അക്രമങ്ങൾക്കെതിരായ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, മതാന്തര സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക, മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. എന്നിരുന്നാലും അത്തരമൊരു സമീപനത്തിന് വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന്, പ്രത്യേകിച്ചും മതേതരത്വം ഹിന്ദു സമൂഹത്തിന്റെ താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്ന് കരുതുന്ന ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നവരിൽ നിന്ന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം. മതേതരത്തോടുള്ള പിണറായി വിജയന്റെ പ്രതിബദ്ധത സാംസ്കാരിക ബഹുസ്വരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും വ്യാപിക്കും. വിശാലമായ സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് വിവിധ വംശീയ, ഭാഷാപര, സാംസ്കാരിക ഗ്രൂപ്പുകൾക്കിടയിൽ ഐക്യം നിലനിർത്തുക എന്നതായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇന്ത്യയുടെ ബഹുസാംസ്കാരിക ഘടനയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള നയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രാദേശിക ഭാഷകളുടെ സംരക്ഷണം ഉറപ്പാക്കുക, വംശീയ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വിവിധ സമുദായങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷം വളർത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഈ നയങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ സഹായിക്കുമെങ്കിലും ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ഏകതാനവും ഹിന്ദു കേന്ദ്രീകൃതവുമായ കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളിൽ നിന്നുള്ള പ്രതിരോധവും അവർക്ക് നേരിടേണ്ടി വരും. പിണറായി വിജയന്റെ നേതൃത്വം ഇന്ത്യയുടെ വിദേശ നയത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തും. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും വിദേശത്ത് ഇന്ത്യൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെ നിരന്തരം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ വികസ്വര രാജ്യങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന അദ്ദേഹം ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളുമായി കൂടുതൽ നയതന്ത്ര ഇടപെടലുകൾക്ക് ശ്രമിക്കും. വ്യാപാരം, സാങ്കേതിക വിദ്യ, വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ആഫ്രിക്കൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സർക്കാരിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായും ആഗോള ദക്ഷിണേന്ത്യയിലെ മറ്റു രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാനത്തോടും ചേരിചേരായ്മയോടുമുള്ള പ്രതിബദ്ധതയുമായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ സവിശേഷത. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വിജയന്റെ ഉയർച്ച കാര്യമായ വെല്ലുവിളികൾ ഇല്ലാതെ ആയിരിക്കില്ല. മറ്റു പ്രാദേശിക, ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് പ്രധാന തടസ്സങ്ങളിൽ ഒന്ന്. കേരളത്തിൽ അധികാരത്തിൽ ശക്തമായ പിടി നിലനിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ഉള്ളവരിൽ നിന്ന് പിന്തുണ നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പരീക്ഷിക്കപ്പെടും. ദേശീയ, സംസ്ഥാന തലങ്ങളിൽ ഒന്നിലധികം പാർട്ടികൾ അധികാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനം വളരെ വിഘടിച്ചതാണ്. പിണറായി വിജയൻ പ്രധാനമന്ത്രിയാകണമെങ്കിൽ വൈരുദ്ധ്യമുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളവ ഉൾപ്പെടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള പാർട്ടികളുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കേണ്ടതുണ്ട്. ഇതിന് അദ്ദേഹത്തിന്റെ നയപരമായ അജണ്ടയിൽ വിട്ടുവീഴ്ചകളും ക്രമീകരണങ്ങളും ആവശ്യമായി വന്നേക്കാം, പ്രത്യേകിച്ച് പ്രാദേശിക താൽപര്യങ്ങൾ വ്യത്യാസപ്പെടുന്ന മേഖലകളിൽ. ദേശീയ
തലത്തിൽ സങ്കീർണമായ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ സഞ്ചരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. ആഴത്തിൽ വേരൂന്നിയ പ്രാദേശികത, ജാതി രാഷ്ട്രീയം, പ്രത്യയശാസ്ത്ര വിഭജനം എന്നിവയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ സവിശേഷത. പിണറായി വിജയന്റെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് BJP ശക്തമായ പിന്തുണയുള്ള ഹിന്ദി സംസാരിക്കുന്ന ഹൃദയഭൂമിയിൽ വോട്ടർമാർക്കിടയിൽ പ്രതിധ്വനിച്ചേക്കില്ല. തന്റെ സ്വാധീനം വിപുലീകരിക്കുന്നതിനും വിശാലമായ ജനവിധി തേടുന്നതിനും കൂടുതൽ കേന്ദ്രീകൃതമോ പ്രത്യയശാസ്ത്രമുള്ളവർ ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി പിണറായി വിജയൻ സഖ്യമുണ്ടാക്കേണ്ടതുണ്ട്. ഇതിൽ കാര്യമായ രാഷ്ട്രീയ ചർച്ചകളും ചില സന്ദർഭങ്ങളിൽ പ്രധാന നയപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചകളും ഉൾപ്പെടാം. BJP അവതരിപ്പിച്ച വിവിധ വിവാദ ബില്ലുകളിൽ പിണറായി വിജയന്റെ നിലപാട് രൂപപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രവും മതേതരത്വം, സാമൂഹിക നീതി, ഫെഡറലിസം എന്നിവയിലുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസവുമാണ്. പൗരത്വ ഭേദഗതി നിയമം അതായത് CAA, ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് NRC, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ബില്ല് UAPA തുടങ്ങി അടുത്തിടെ വന്ന നിരവധി ബില്ലുകൾ രാജ്യവ്യാപകമായി ചർച്ചകൾക്ക് കാരണമായി. ഈ നിയമങ്ങളിൽ പലതിന്റെയും തുറന്ന വിമർശകനാണ് പിണറായി വിജയൻ. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവ നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. BJP സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വിവാദപരമായ നിയമനിർമ്മാണങ്ങളിൽ ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അമുസ്ലിം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന CAA വിവേചനപരവും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മതേതര തത്വങ്ങൾ ലംഘിക്കുന്നതും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന NRC മുസ്ലിം സമുദായങ്ങളെ ലക്ഷ്യമിടുന്നതായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. CAA-യുടെയും NRC-യുടെയും ഏറ്റവും കടുത്ത വിമർശകരിൽ ഒരാളാണ് പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ CAA രാജ്യത്തിന്റെ മതേതര ഘടനയെ ലംഘിക്കുന്നുവെന്ന് വാദിച്ച് CAA-ക്കെതിരായ നിയമപരമായ വെല്ലുവിളിയിൽ അദ്ദേഹം സംസ്ഥാനത്തെ നയിച്ചു. ഈ വിഷയങ്ങളിൽ പിണറായി വിജയന്റെ നിലപാട് വ്യക്തമാണ്. മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും ഉൾച്ചേർക്കലിലും തുല്യ അവകാശങ്ങളിലും അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ CAA റദ്ദാക്കാനും ദേശീയ തലത്തിൽ NRC നടപ്പാക്കാനുമുള്ള ഏതൊരു ശ്രമത്തെയും അദ്ദേഹം ചെറുക്കാനും സാധ്യതയുണ്ട്. തീവ്രവാദത്തിലോ ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ തടങ്കലിൽ വെക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വിവാദ നിയമമാണ് UAPA. രാഷ്ട്രീയ എതിരാളികളെയും ആക്ടിവിസ്റ്റുകളെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടാണ് നിയമം പലപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നു. ആക്ടിവിസ്റ്റുകളെയും രാഷ്ട്രീയ എതിരാളികളെയും തടങ്കലിൽ വെക്കാൻ ഉപയോഗിച്ച UAPA കേരളത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനെ പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ UAPA-യുടെ ദുരുപയോഗം തടയാനും അത് രാഷ്ട്രീയ അടിച്ചമർത്തലിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് പിണറായി വിജയൻ അതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. 2020-ൽ BJP സർക്കാർ പാസാക്കിയ 3 കാർഷിക ബില്ലുകൾ ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. കർഷകരുടെ ക്ഷേമത്തേക്കാൾ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അനുകൂലമായാണ് ഈ ബില്ലുകളെ കണ്ടത്. കാർഷിക മേഖലയെയും ദശലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തെയും ദുർബലപ്പെടുത്താൻ കഴിയുന്ന ബില്ലുകളെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളോട് യോജിച്ചുകൊണ്ട് പിണറായി വിജയൻ പ്രതിഷേധിക്കുന്ന കർഷകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയും അവയ്ക്ക് പകരം കർഷകരുടെ അവകാശങ്ങളും ക്ഷേമവും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്ന നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും അശാന്തിയും സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. വംശീയ അക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം അതിന്റെ അപര്യാപ്തതയുടെ പേരിൽ വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. സമാധാനം, നീതി, അനുരഞ്ജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിൽ പ്രശസ്തനായ പിണറായി വിജയൻ മണിപ്പൂർ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യസ്തമായ സമീപനമായിരിക്കും സ്വീകരിക്കുക. അദ്ദേഹത്തിന് സർക്കാർ പോരാടുന്ന വംശീയ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന് മുൻഗണന നൽകുകയും സമാധാന നിർമ്മാണ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണത്തിൽ കൂടുതൽ സമഗ്രമായ സമീപനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. മണിപ്പൂർ കലാപത്തോടുള്ള പിണറായി വിജയന്റെ സമീപനം സ്വയംഭരണത്തിനും സാംസ്കാരികവും വംശീയവുമായ സ്വത്വങ്ങളുടെ സംരക്ഷണത്തിനുമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമത്തിന്റെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാമൂഹിക നീതിയും മതേതരത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളത്തിന് ചരിത്രമുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ സമഗ്രവും വികസനപരവുമായ നയത്തിന് പിണറായി വിജയൻ ഊന്നൽ നൽകും. പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്തുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകും. അജ്മീർ ദർഗാ ഷെരീഫിന് താഴെ ഒരു ക്ഷേത്രമുണ്ടെന്ന അവകാശത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ് ഇന്ത്യയിലുടനീളം ആശങ്ക ഉയർത്തിയ മറ്റൊരു വിഷയം. മതപരമായ സ്ഥലങ്ങളെ ഹിന്ദു ദേശീയതയുമായി ബന്ധിപ്പിക്കാനുള്ള BJP-യുടെ ശ്രമങ്ങൾ രാജ്യത്ത് വിഭജനത്തിന്റെ ഉറവിടമാണ്. കടുത്ത മതേതര നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ അത്തരം അവകാശവാദങ്ങളെ എതിർക്കുകയും ഇന്ത്യയുടെ മതപരവും സാംസ്കാരികവുമായ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ സർക്കാർ മതപരമായ ഐക്യത്തിന് ഊന്നൽ നൽകുകയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മതസ്ഥലങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും എതിർക്കുകയും ചെയ്യും.
അവസാനമായി ഭരണത്തോടുള്ള പിണറായി വിജയന്റെ സമീപനം ഇന്ത്യയുടെ വെല്ലുവിളികളുടെ അളവിൽ പരീക്ഷിക്കപ്പെടും. സങ്കീർണമായ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതും വരുമാന അസമത്വം പരിഹരിക്കുന്നതും മുതൽ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതും ഇന്ത്യയുടെ ആഗോള താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതും വരെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തെക്കാൾ വളരെ സങ്കീർണമായിരിക്കും. സാമൂഹിക നീതിക്കും ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനുള്ള പിണറായി വിജയന്റെ കഴിവ് ആത്യന്തികമായി ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ വിജയം നിർണ്ണയിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിണറായി വിജയന്റെ ഉയർച്ച രാജ്യത്തിന്റെ രാഷ്ട്രീയ നയപരമായ ഭൂപ്രകൃതിയിൽ കാര്യമായ മാറ്റത്തെ പ്രതിനിധീകരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വം സാമൂഹ്യക്ഷേമം, മതേതരത്വം, സംസ്ഥാന നേതൃത്വത്തിലുള്ള വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് പ്രത്യേകിച്ച് ശക്തമായ സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങളിൽ നിന്ന് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കാനും പ്രാദേശികവും പ്രത്യയശാസ്ത്രപരവുമായ വിഭജനങ്ങൾ കൈകാര്യം ചെയ്യാനും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പരിഹരിക്കാനുമുള്ള പിണറായി വിജയന്റെ കഴിവ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.